വളരെ ഈസിയായി നമുക്കൊരു അടിപൊളി മലബാർ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 3 വലിയ തക്കാളിയും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത്, ആവശ്യത്തിനനുസരിച്ച് മുളകും. ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരു 1.5 കിലോ ഇറച്ചിയിലേക്കാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 6 പച്ചമുളക് ചീന്തിയത്, പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്, നല്ല പുളിപ്പുള്ള തൈരായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കിലോ റൈസാണ് എടുക്കുന്നത്. റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഇടുന്നുണ്ട്. അതിലേക്ക് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കശുവണ്ടിയും മുന്തിരിയും അതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് ഒരു ഗോൾഡ് കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ റൈസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സ്പൈസസും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റുന്നു വന്ന ശേഷം കഴുകി മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അരിയുടെ അളവിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് അരി ഒന്ന് വേവിക്കാൻ വെക്കാം. കൂടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് പാത്രം തുറന്നു നോക്കിയിട്ട് ആവശ്യത്തിന് വേവൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച ശേഷം വീണ്ടും സിമ്മിലിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഗ്രേവിയും റൈസും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ലെയറിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച കശുവണ്ടിയും മുന്തിരിയും സവാളയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു ലെയർ കൂടെ റൈസ് ഇടുക. വീണ്ടും അതുപോലെ ഗാർണിഷും ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്ത നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മസാലയും റൈസും സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഈ ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.